അങ്ങനെ 6 പേര് തിരിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണ്. അതായത് ഇതിലും ഭേദം നമ്മുടെ ബിഗ് ബോസിന് പുറത്ത് നടക്കുന്ന കാര്യം മറ്റേ ടി വിയിൽ ഡയറക്റ്റായിട്ട് ഇവരെല്ലാം ഇരുന്ന് കാണിക്കുന്നതെന്ന് ഏറ്റവും ഭേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സരികയാണ് മെയിൻ ആൾ. പുള്ളിക്കാരി എല്ലാ കാര്യവും മാക്സിമം കൊടുക്കുക, ഹിൻഡ് കൊടുക്കാന്ന് അത്രയും ഹിൻഡ് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് മാക്സിമം മറ്റേ ഇത് പറയുന്നുണ്ട്, അതായത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് കുറേ വട്ടം പറയുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരി അവിടുന്ന് ഇവിടുന്ന് ചെറിയ ചെറിയ ഹിൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കൂട്ടത്തിൽ ആ കൂടെ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന അപ്പാനി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ രഞ്ജിത്ത് വന്ന പാട് അനീഷിൻ്റെ പുറയിലാണ്. എനിക്ക് പുള്ളിക്കാരൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് വന്ന പാട് അനീഷിനെ മെക്കിട്ട് അനുമോളുടെ കാര്യം പറഞ്ഞാൽ അനീഷിനെ മെക്കിട്ട് 1.5 മണിക്കൂർ അനീഷിൻ്റെ പുറകെ നടന്ന് ചൊറിയായിരുന്നു. അതിനുശേഷം അനീഷിൻ്റെ പുറകെ മാത്രമുള്ളതെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനുമോളുടെ പുറയിൽ, അതായത് എനിക്ക് PR ഇല്ലാത്തൊരു ബെഡ് തരുമോ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പുറകെ പിന്നെ അനുമോളുടെ പുറയിലായി ചൊറിച്ചിലുമായിട്ട്. അതായത് പിന്നെ പുള്ളിക്കാരി, അതായത് സരിക പറയുന്നുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ ഇങ്ങനെ തകർക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന പുള്ളിക്കാരി അവിടെ വെച്ച് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഇവർ ഇപ്പോൾ ഈ അപ്പാനിയുടെയും മറ്റേ ഇവരൊക്കെ പറയുന്ന വീഡിയോ ഇത് വൈറലായിക്കൊണ്ടിരിക്കുക. എയർപോർട്ടിൽ വെച്ചിട്ട് ഇവരെ തകർക്കണം, ഇവരെ ഫുൾ ഇത് തകർക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. അതിനുശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർക്ക് ബിഗ് ബോസിൽ നിന്ന് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ വല്ലതും കിട്ടിക്കാണും. അതായത് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നൊരു ഇൻസ്ട്രക്ഷൻ. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് രഞ്ജിത്തും സരികയും മാക്സിമം ചെയ്യാൻ പറ്റുന്ന, പുള്ളിക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, പുള്ളിക്കാരെ മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. രഞ്ജിത്താണെങ്കിൽ ചൊറിയുന്ന മാക്സിമം രീതിയിൽ എല്ലാവരും ഇട്ട് ചൊറിയുന്നുമുണ്ട്. ഷാനവാസ് ആണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആരെയും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.